ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡായാലും കേരള നേതാക്കളായാലും മികച്ച ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. കെ സുധാകരൻ MP MLA മോഹത്തിന് വിരാമം ഇട്ടു എന്നത് ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് പിള്ളേര് കളി കളിക്കാൻ ഏതെമ്പോക്കി ശ്രമിച്ചാലും ഉടനടി നോ എന്ന് പറഞ്ഞാൽ തീരും ഇവൻ്റെയൊക്കെ ആക്രാന്തം. ജനമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു സർ. 80 വയസ്സ് കഴിഞ്ഞ യുവാക്കളാണ് മുണ്ടും പറിച്ചു കളഞ്ഞ് നാടിനെ സേവിക്കാൻ മുട്ടി നിൽക്കുന്നത്. MP ആയിരിക്കുമ്പോൾ തന്നെ MLA, പിന്നെ മന്ത്രി, വീണ്ടും MP. ആഹാ, എന്ത് സുഖം! എല്ലാം വോട്ട് കുത്തികളുടെ അക്കൗണ്ടിൽ. വികസനം നടത്താനാണെന്ന് പോലും. വികസനം? ആരുടെ വികസനം? ഇവനും ഇവൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള വികസനം. പണിയെടുത്ത് നാട്ടാരുടെ നടുവൊടിഞ്ഞു. ഈ നാറികൾ വായ്കൊണ്ട് തിന്ന് തൂറി ജീവിക്കുന്നു. രാഷ്ട്രീയം വെറും അവനവനിസം ആക്കുന്ന ഈ വിഴുപ്പുകൾക്ക്, എല്ലാ വിഴുപ്പുകൾക്ക് ഇതൊരു പാഠമാവണം. കൂടാതെ ഒരു അണ്ടിക്കള്ളനുണ്ട്, 500 കോടിയോളം അഴിമതി നടത്തിയ അണ്ടിക്കള്ളൻ ചന്ദ്രശേഖരൻ. ഇവനും സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. 8 നിലയിൽ പൊട്ടിക്കണം നാട്ടാരെ ഇവനെ. നിയമസഭയുടെ പരിയമ്പുറത്തവനെ കയറ്റില്ല. CBIക്ക് എല്ലാ രേഖകളും കൈമാറണമെന്ന് പറഞ്ഞപ്പോൾ കാരണഭൂതൻ ഇവൻ്റെ കേസ് ചവിട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇവൻ കാരണഭൂതൻ്റെ തുപ്പൽ കോളാമ്പി ചുമക്കുന്നവനാണ്. അതുകൊണ്ട് ഇതുപോലുള്ള 80 വയസ്സ് കഴിഞ്ഞവനും കള്ളന്മാരും കൊള്ളക്കാരെയും നിയമസഭയുടെ പടിക്കൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തോൽപ്പിച്ച് വീട്ടിലിരുത്തണമെന്നുകൂടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.